ഭൂമിയിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്നത് അതിർത്തികളിലെ കൂറ്റൻ മതിലുകൾക്ക് പിന്നിലല്ല, ആകാശത്തിലെ മേഘങ്ങൾക്കിടയിലുമല്ല, ലോകത്തിൻ്റെ കണ്ണെത്താത്ത സമുദ്രത്തിൻ്റെ ഇരുണ്ട അഗാധതകളിലാണ്. ആ ഇരുട്ടിൽ ശത്രുവിൻ്റെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ ഇന്ത്യയുടെ സുരക്ഷാ കാവലാളായി ഒരു നിശബ്ദ കൊലയാളി രാപ്പകൽ ഭേദമില്ലാതെ സഞ്ചരിക്കുന്നുണ്ട്. ഒരു ആണവ അന്തർവാഹിനി. ഇത് കേവലം ഒരു ആയുധമല്ല, 3 പതിറ്റാണ്ടുകൾ നീണ്ട നിശ്ചയദാർഢ്യത്തിൻ്റെയും ലോകമറിയാതെ സൂക്ഷിച്ച ഇന്ത്യയുടെ ഏറ്റവും വലിയ രഹസ്യത്തിൻ്റെയും അതിരുകളില്ലാത്ത ശാസ്ത്ര നേട്ടത്തിൻ്റെയും കഥയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു സൈലന്റ് ഫ്ലീറ്റ്, അഥവാ ഇന്ത്യയുടെ നിശബ്ദ നാവികപ്പടയുടെ ജനനത്തിൻ്റെ കഥ. വർഷം 1974. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ ആണവ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ അന്നത്തെ ഭരണകർത്താക്കൾക്കും ശാസ്ത്രജ്ഞർക്കും ഒരു കാര്യം വ്യക്തമായി അറിയാമായിരുന്നു: കേവലം ഒരു അണുബോംബ് നിർമ്മിച്ചതുകൊണ്ട് മാത്രം രാജ്യത്തിന് പൂർണ്ണ സുരക്ഷ ലഭിക്കില്ല. ശത്രുക്കൾ പെട്ടെന്നൊരു നാൾ ഇന്ത്യയുടെ വായുസേനാ താവളങ്ങളെയും കരയിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും അപ്രതീക്ഷിതമായി ആക്രമിച്ച് നശിപ്പിച്ചാൽ എന്തു സംഭവിക്കും? നമ്മുടെ കയ്യിലുള്ള ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പോലും ആകാതെ നാം കീഴടങ്ങേണ്ടി വരുമോ? ഇവിടെയാണ് പ്രതിരോധ രംഗത്തെ ഏറ്റവും നിർണായകമായ ഒരു സിദ്ധാന്തം പിറവിയെടുക്കുന്നത്: സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി, അഥവാ രണ്ടാം പ്രഹരശേഷി. ശത്രു നമ്മുടെ രാജ്യം മുഴുവൻ ചുട്ടരിച്ചാലും കടലിനടിയിലെ അദൃശ്യമായ ഒരു താവളത്തിൽ നിന്നും അവർക്ക് നേരെ ആണവ മിസൈലുകൾ പെയ്തിറങ്ങണം. ഈ ഭയം ശത്രുവിനെ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിക്കും. ഈ ഒരു വലിയ സ്വപ്നത്തിൽ നിന്നാണ് 1980കളിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകിയത്. അതായിരുന്നു അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പ്രൊജക്റ്റ്. പേര് കേട്ടാൽ എന്തോ പുതിയ തരം സാധാരണ കപ്പൽ നിർമ്മാണമാണെന്ന് തോന്നും. അങ്ങനെ തോന്നാൻ വേണ്ടി തന്നെയാണ് ഈ പദ്ധതിക്ക് ആ പേര് നൽകിയതും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യ പദ്ധതികളിലൊന്നായിരുന്നു ഇത്. സൈനിക വൃത്തങ്ങളിൽ ഈ നിർമ്മാണം ഒരു ബ്ലാക്ക് പ്രൊജക്റ്റായി അറിയപ്പെട്ടു. ഈ പദ്ധതിയെക്കുറിച്ച് അറിവുള്ളവർ രാജ്യത്ത് വിരലിലെണ്ണാവുന്നവർ മാത്രം. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, നാവികസേനയുടെ തലവൻ, പിന്നെ ചുരുക്കം ചില ഉന്നത ശാസ്ത്രജ്ഞരും. അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങളോ പാക് ചൈന ഇൻ്റലിജൻസോ ഈ വിവരം അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ അതിതീവ്രമായ രഹസ്യ സ്വഭാവത്തോടെ ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനിയുടെ ബ്ലൂ പ്രിൻ്റ് വരച്ചു തുടങ്ങി. ഒരു ആണവ അന്തർവാഹിനി നിർമ്മിക്കുക എന്നത് ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്നതിനേക്കാൾ സങ്കീർണമായ പ്രക്രിയയാണ്. ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നെന്നോ? അതായിരുന്നു ഊർജം. മാസങ്ങളോളം കടലിനടിയിൽ മുങ്ങിക്കിടക്കാൻ ഡീസൽ എഞ്ചിനുകൾക്ക് സാധിക്കില്ല, കാരണം അവയ്ക്ക് പ്രവർത്തിക്കാൻ വായു ആവശ്യമാണ്. ഇതിനൊരു പോംവഴി ആണവ റിയാക്ടറുകൾ മാത്രമായിരുന്നു. ഒരു ചെറിയ നഗരത്തിന് മുഴുവൻ വെളിച്ചം നൽകാൻ കഴിയുന്ന ഒരു വമ്പൻ ആണവ റിയാക്ടറിനെ ചുരുക്കി ഒരു കപ്പലിൻ്റെ ചെറിയ അറയ്ക്കുള്ളിൽ വെച്ച് യാതൊരുവിധ റേഡിയേഷൻ ചോർച്ചയുമില്ലാതെ സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കണം. ഈ അസാധ്യമായ ദൗത്യം ഏറ്റെടുത്തത് ഭാഭ അറ്റോമിക് റിസർച്ച് സെൻ്ററിലെ ശാസ്ത്രജ്ഞരാണ്. കൽപ്പാക്കത്തെ അതീവ സുരക്ഷാ കേന്ദ്രത്തിൽ അവർ രാപ്പകൽ ഭേദമില്ലാതെ പണിയെടുത്ത് ഈ അന്തർവാഹിനിക്ക് വേണ്ടുന്ന ഒരു പ്രോട്ടോടൈപ്പ് പവർ റിയാക്ടർ വികസിപ്പിച്ചെടുത്തു. എന്നാൽ ഈ പ്രൊജക്റ്റിന് റിയാക്ടർ മാത്രം പോരാ, സമുദ്രത്തിൻ്റെ 300 മീറ്ററിലധികം താഴെയുള്ള ഭയാനകമായ ജലമർദ്ദത്തെ ചെറുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം ഹൈ ഈൽഡ് സ്റ്റീൽ കൂടി ആവശ്യമായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ കമ്പനിയായ എൽ&ടിക്കാണ് ഈ ഉത്തരവാദിത്തം വന്നു ചേർന്നത്. വർഷങ്ങളുടെ പരീക്ഷണങ്ങൾക്കൊടുവിൽ റഷ്യൻ ഡിസൈനുകളുടെ സഹായത്തോടെ ലോകോത്തര നിലവാരമുള്ള സ്റ്റീൽ പാളികൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഏറ്റവും കൗതുകകരമായ വസ്തുത, ഈ ഭീമൻ സ്റ്റീൽ കുഴലുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിലെ സാധാരണ തൊഴിലാളികൾക്ക് പോലും തങ്ങൾ എന്താണ് നിർമ്മിക്കുന്നതെന്ന് അറിയാമായിരുന്നില്ല എന്നതാണ്. അത്രത്തോളം രഹസ്യമായിരുന്നു ആ നീക്കങ്ങൾ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി നിർമ്മിക്കപ്പെട്ട ഈ യന്ത്രഭാഗങ്ങളെല്ലാം രഹസ്യമായി എത്തിച്ചേർന്നത് ഒറ്റയിടത്തേക്കാണ്: വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെൻറ്റർ എന്ന SBCയിലേക്ക്. ഉയർന്ന മതിലുകളാൽ ചുറ്റപ്പെട്ട ഭീമൻ മേൽക്കൂരകളാൽ മറയ്ക്കപ്പെട്ട ഒരു നിഗൂഢ ലോകമായിരുന്നു അത്. അമേരിക്കയുടെ അത്യാധുനിക ചാര ഉപഗ്രഹങ്ങൾക്ക് പോലും ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ത്യൻ നാവികസേനയുടെയും DRDOയുടെയും സംയുക്ത നേതൃത്വത്തിൽ അവിടെ ആ കടൽ ഭീമന് ജീവൻ വയ്ക്കുകയായിരുന്നു.
ഇന്ത്യൻ ശാസ്ത്രജ്ഞർ സാങ്കേതികവിദ്യ വികസിപ്പിച്ചാലും ഒരു ന്യൂക്ലിയർ സബ്മറൈൻ വിജയകരമായി പ്രവർത്തിപ്പിക്കാൻ മുൻപരിചയം അത്യന്താപേക്ഷിതമാണ്. ഒരു ചെറിയ തെറ്റുപോലും വലിയൊരു ആണവ ദുരന്തത്തിൽ കലാശിച്ചേക്കാം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് താങ്ങായി നിന്നത് പതിവുപോലെ ഉറ്റ സുഹൃത്തായ റഷ്യയായിരുന്നു. 1988 ഇന്ത്യ റഷ്യയിൽ നിന്നും ചാർലി ക്ലാസ് ഇനത്തിൽപ്പെട്ട ഒരു ആണവ അന്തർവാഹിനി പാട്ടത്തിനെടുത്തു. അതായിരുന്നു INS ചക്ര. പിന്നീട് 2012 കൂടുതൽ കരുത്തുറ്റ ഒരു അകുല ക്ലാസ് അന്തർവാഹിനിയും നാവികസേനയുടെ ഭാഗമായി. ഈ റഷ്യൻ അന്തർവാഹിനികളിൽ രാപ്പകലില്ലാതെ പരിശീലനം നേടിയ ഇന്ത്യൻ നാവികരാണ് ഭാവിയിൽ നമ്മുടെ സ്വന്തം കപ്പലുകൾ നയിക്കാൻ പ്രാപ്തരായത്. റഷ്യൻ സാങ്കേതിക വിദഗ്ധർ തദ്ദേശീയ സബ്മറൈൻ ഡിസൈനിലെ പല പോരായ്മകളും തിരുത്താൻ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്തു. 2009 ജൂലൈ 26 വർഷങ്ങളുടെ കാത്തിരിപ്പിനും കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപത്തിനും ശേഷം ആ ചരിത്ര നിമിഷം വന്നെത്തി. കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ 10ാം വാർഷിക ദിനമായ അന്ന് തൽക്കാല പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനി ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചു. അതിൻ്റെ പേര് INS അരിഹന്ത്. സംസ്കൃതത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം ശത്രുക്കളുടെ അന്തകൻ എന്നാണ്. 6000 ടണ്ണിലധികം ഭാരമുള്ള ഈ കറുത്ത കടൽ ഭീമനെ കണ്ട് ലോകം അമ്പരന്നു. പരിമിതമായ ചിത്രങ്ങൾ മാത്രമേ നാവികസേന പുറത്തുവിട്ടിട്ടുള്ളൂ എങ്കിലും ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള ഇന്ത്യയുടെ ശത്രുക്കൾക്ക് ഉറക്കം നഷ്ടപ്പെടാൻ അത് മതിയായിരുന്നു. യഥാർത്ഥത്തിൽ അരിഹന്ത് വെറും ഒരു അന്തർവാഹിനിയല്ല, അതൊരു സ്ട്രാറ്റജിക് ആയുധമാണ്. നാവിക ഭാഷയിൽ ഇതിനെ SSBN എന്ന് വിളിക്കുന്നു. മാസങ്ങളോളം കടലിനടിയിൽ ഒളിച്ചിരിക്കാനും ശത്രുവിൻ്റെ കണ്ണ് വെട്ടിച്ച് ഏത് സമുദ്രകോണിൽ നിന്നും ഇന്ത്യയുടെ വൈരി ലക്ഷ്യങ്ങൾക്കെതിരെ ആണവായുധങ്ങൾ പ്രയോഗിക്കാനും ഇതിന് കഴിവുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള K ഫാമിലി മിസൈലുകളാണ് ഈ അന്തർവാഹിനിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15 സാഗരിക മിസൈലുകൾ അരിഹന്തിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും കുതിച്ചുയരാൻ തയ്യാറായി നിൽപ്പുണ്ട്. 2016 ആഗസ്റ്റിൽ നിശബ്ദമായി അരിഹന്ത് ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു. അതോടെ കര, നാവിക, വ്യോമ മാർഗങ്ങളിലൂടെ അണ്വായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിയർ ട്രയാഡ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു. അരിഹന്ത് ഒന്നിൻ്റെയും ഒരു അവസാനമായിരുന്നില്ല, മറിച്ച് ഒരു മഹത്തായ യുഗത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അവിടെ വിശ്രമിച്ചില്ല. അവർ കൂടുതൽ നിശബ്ദമായ, കൂടുതൽ അപകടകാരിയായ പുതിയ തലമുറകളെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. 2024 കൂടുതൽ അത്യാധുനികമായ ആശയവിനിമയ സംവിധാനങ്ങളോടെ INS അരിഹന്ത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. എന്നാൽ ശത്രുക്കളെ ശരിക്കും ഞെട്ടിച്ച വാർത്ത വന്നത് 2026 അരിഹന്ത് പരമ്പരയിലെ മൂന്നാമത്തെ ഭീമൻ INS അരിതമൻ അതേ വർഷം ഏപ്രിൽ 3 കമ്മീഷൻ ചെയ്യപ്പെട്ടു. മുൻഗാമികളെക്കാൾ വലിപ്പമുള്ള ഈ കപ്പലിന് 7000 ടൺ ഭാരമുണ്ട്. വെറും K-15 മിസൈലുകൾക്ക് പകരം 4000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മാരകമായ K-4 മിസൈലുകൾ വഹിക്കാൻ ഈ ആണവ അന്തർവാഹിനിക്ക് ശേഷിയുണ്ട്. ഏഷ്യയുടെ പകുതിയോളം ഈ മിസൈലുകളുടെ പരിധിയിൽ വരുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തൽഫലമായി ഏതു നിമിഷവും സുസജ്ജമായ ഒരു ആണവ കാവൽക്കാരൻ കടലിലുണ്ടാകുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം, അഥവാ കണ്ടിന്യൂസ് അറ്റ് സീ ഡിറ്ററൻസ് എന്ന തയ്യാറെടുപ്പ് നിലവിൽ പൂർണ്ണമായിരിക്കുന്നു. ചുരുക്കത്തിൽ കഴിഞ്ഞ 4 ദശകങ്ങളായി ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് മറച്ചുവെച്ച് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും വിയർപ്പിൽ നിന്നാണ് ഈ നിശബ്ദ സാമ്രാജ്യം ഉയർന്നു വന്നത്. ഇത് ഇന്ത്യയുടെ സൈലന്റ് ഫ്ലീറ്റ്. അവർ ഒരിക്കലും ആദ്യം ആക്രമിക്കാൻ പോകുന്നവരല്ല. എന്നാൽ ഇന്ത്യയെ തൊടാൻ ധൈര്യപ്പെടുന്ന